വരാൻ പോകുന്ന വലിയ ന്യായവിധിയിൽ നിന്നും ഒഴിവും പ്രാപിക്കപ്പെടണമെങ്കിൽ, ഒരു വലിയ വിടുതൽ പ്രാപിക്കപ്പെടണമെങ്കിൽ, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പുത്തൻ പ്രഭാതത്തിൽ എക്സൽ മീഡിയയിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായമാണ്. 7-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 4 ദൂതന്മാരെയും 4 കാറ്റിനെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ദൂതന്മാർ ന്യായവിധി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഭൂമിക്കും സമുദ്രത്തിനും ഭൂമിയിലെ വൃക്ഷങ്ങൾക്കും കേടുവരുത്തേണ്ടതിന് വേണ്ടി കാറ്റിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദൂതന്മാർ ഭൂമിയുടെ 4 കോണിൽ നിൽക്കുകയാണ്. മറ്റൊരു ദൂതൻ വന്ന് ഈ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് തീരുവോളൂ. ഭൂമിക്കോ സമുദ്രത്തിനോ വൃക്ഷങ്ങൾക്കോ യാതൊരു കേടും വരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്. മുദ്രയിട്ടപ്പെട്ടവരുടെ സംഖ്യകളും നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാനായി കഴിയും. ഇസ്രായേൽ ഗോത്രങ്ങളുടെ 12 ഗോത്രങ്ങളുടെയും സംഖ്യയ്ക്കൊത്തവണ്ണം 144,000 പേരുടെ മേൽ അവരുടെ മേൽ മുദ്രയിട്ടപ്പെട്ടിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. പ്രിയരെ, മുദ്രയിട്ടാൽ ന്യായവിധിയിൽ നിന്നും ഒഴിവാകാം. മുദ്ര ചെയ്യപ്പെട്ടില്ല എങ്കിൽ ന്യായവിധി നമ്മെ നശിപ്പിച്ചു കളയും. വേദപുസ്തകത്തിലെ 2-ാം പുസ്തകമായ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം നമ്മൾ പഠിക്കുന്നത് മിസ്രയീമിൽ കഷ്ടത അനുഭവിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിൻ്റെ അധ്യായമായിട്ടാണ്. അതിൻ്റെ 23-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, കുഞ്ഞാടിൻ്റെ രക്തം കട്ടിലക്കാൽ 2 മേലും കുറുമ്പടി മേലും പുരട്ടണം. അപ്പോൾ സംഹാരകൻ നിങ്ങളെ തൊടാതെ കടന്നു പോകും. കുഞ്ഞാടിൻ്റെ രക്തം മുദ്രണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സംഹാരകന് അങ്ങോട്ട് അടുക്കുവാനായി കഴിയുകയില്ല. അതുപോലെ തന്നെ സാമ്യമുള്ള മറ്റൊരു അധ്യായമാണ് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം. അവിടെ നമുക്ക് കാണുന്നത് യെരുശലേമിൻ്റെ തെരുവീഥിയിൽ മ്ലേച്ഛത കൊണ്ട് അലമുറയിട്ട് കരയുന്ന ഒരു ചെറിയ കൂട്ടത്തെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അവരുടെ നെറ്റിമേൽ അടയാളമിടുവാൻ വേണ്ടി കയ്യിൽ മഷിക്കുപ്പിയുമായി നിൽക്കുന്ന ശണവസ്ത്രവും ധാരിയായ ആ പുരുഷനോട് പറയുകയാണ്, നെടുവേർപ്പെട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ അടയാളം വയ്ക്കുക. അടയാളമുള്ളവരെ മാത്രം തൊടരുത്. മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കണ്ണിന് ആദരവ് തോന്നാതെ സകലരെയും വെട്ടിക്കളയണം. അതിന് പറയുന്നു, ന്യായവിധി എൻ്റെ ആലയത്തിൽ മുതൽ തുടങ്ങാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയരെ, കർത്താവായ യേശുവിനെ രക്ഷകൻ കർത്താവുമായി സ്വീകരിച്ച ഒരു വ്യക്തിയാണോ താങ്കൾ? അങ്ങനെ സാധിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് നിങ്ങളുടെ തീരുമാനമെടുക്കും. വരാൻ പോകുന്ന വലിയ ന്യായവിധിയിൽ നിന്നും ഒഴിവ് പ്രാപിക്കപ്പെടണമെങ്കിൽ, ഒരു വലിയ വിടുതൽ പ്രാപിക്കപ്പെടണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ മുദ്രണം നിങ്ങൾ പ്രാപിക്കപ്പെടുന്നവരായി മാറണം. ഇന്നെന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ക്രിസ്തു യേശുവിൻ്റെ രക്തത്താലുള്ള മുദ്രണം പ്രാപിച്ചിട്ട്, അല്ലെങ്കിൽ അടയാളം പ്രാപിച്ചിട്ട് രക്ഷപ്പെടണം എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഈ വചന കേൾവി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ ചിന്തയ്ക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.